അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇതാ പറയുന്നു, ഇപ്പോൾ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്തു പോകാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് നിർത്താവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഫാന്റസി ആയിട്ട് ചിന്തിക്കരുത്. അത് ശരിക്കും തീർത്തും സിനിമകളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 66. ആരുടെ മനസ്സിലാണോ സ്നേഹത്തിന്റെ ശക്തിയുള്ളത്, അയാൾക്കു മാത്രമേ അസംഭവ്യമായ കാര്യത്തെ പോലും സംഭവ്യമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. നമസ്കാരം. എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 99% ഭക്തജനങ്ങളും എല്ലാ ദിവസവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണനെ ആരാധിക്കുകയും ഭഗവാന് സേവ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെയും എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥനാ വേളയിൽ നമ്മൾ ഓരോരുത്തരും അറിയാതെ പോലും ചിന്തിക്കരുതാത്ത, ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. അരുതാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങൾ. തീർച്ചയായും നമ്മുടെ മറ്റെല്ലാ വീഡിയോകളും പോലെ തന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിരിക്കും കേട്ടോ. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങൾക്കും ലഭിക്കുവാനായി ചെറുതായൊന്ന് വീഡിയോ ലൈക്കും ചെയ്യാം. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കയറ്റിയിറക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ? സന്തോഷവും ദുഃഖവും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയും എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായിട്ടുള്ള താഴ്ചകൾ ഉണ്ടാകുമ്പോൾ നാം ഇല്ലായ്മകൾ പറയുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, പ്രാർത്ഥനാ വേളകളിൽ നമ്മുടെ ഇല്ലായ്മകളായിരിക്കും കൂടുതലായി ഭഗവാനോട് പറയാറുള്ളത് അല്ലെ? ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തജനങ്ങളോടും അത്രമാത്രം സ്നേഹത്തോടെ പറയുകയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങളുള്ളപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥനാ വേളയിൽ ഭഗവാനോട് ഒരുപാടൊന്നും ഉന്നയിക്കരുത്. ഇപ്പോ സിനിമയിലും സീരിയലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നായകൻ, അയാൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഉയർച്ചകൾ, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭ്യമാകുന്നതൊക്കെയും നിങ്ങൾ സിനിമയിലൊക്കെ കാണാറുണ്ടാവും. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇല്ലാത്തവൻ എപ്പോഴും ഇല്ലായ്മകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഉള്ളവന് ദൈവം വാരിക്കോരി കൊടുക്കാറുണ്ട്. എപ്പോഴും അവൻ ഉയർച്ചയിലേക്ക് മാത്രം പോകുന്നു. എന്നാൽ ഇല്ലാത്തവനാകട്ടെ, അവൻ വീണ്ടും വീണ്ടും സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക്, ഭക്തജനങ്ങൾക്ക് അറിയുമായിരിക്കും, പലപ്പോഴും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, വാക്കുകൾ മാംസമാകുന്നു എന്ന്. അത് തീർത്തും സത്യമാണ്. വാക്കുകളും നമ്മുടെ ചിന്തകളും മാംസമാകുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, വാക്കുകൾ മാംസമാകുമോ? അതങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട, തീർത്തും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മാംസമാവുക എന്നാൽ യാഥാർത്ഥ്യമാവുക എന്നാണ് അർത്ഥം. നമ്മുടെ ചിന്തകളും നാം പറയുന്ന ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനോട് നമ്മുടെ ഇല്ലായ്മകൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, വീണ്ടും വീണ്ടും നമ്മൾ ഇല്ലായ്മയിലേക്കാണ് പോകുന്നത്. അതിനുള്ള വഴിയാണ് വീണ്ടും നമ്മൾ വിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ശരിക്കും പല കാര്യങ്ങളിലും നാം മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനാ രീതികളിലും ചിന്തിക്കുന്ന രീതികളിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രാർത്ഥനയിലൂടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഭഗവാൻ പെട്ടെന്ന് വന്നിട്ട്, ഓ നീ വളരെയധികം കഷ്ടതയിലാണല്ലേ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനിതാ തീർക്കുവാൻ പോവുകയാണ് എന്ന് പറയുമെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ടാവും? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇതാ പറയുന്നു, ഇപ്പോൾ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്തു പോകാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് നിർത്താവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഫാന്റസി ആയിട്ട് ചിന്തിക്കരുത്. അത് ശരിക്കും തീർത്തും സിനിമകളിൽ മാത്രമേ നടക്കുകയുള്ളൂ.
എപ്പോഴും നല്ല കാര്യങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കത്തിലാണോ, പ്രശ്നങ്ങളിലാണോ, അങ്ങനെയെങ്കിൽ ആ നിമിഷത്തിലെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ള ഭഗവാൻ തന്ന സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഭഗവാനോട് നന്ദി പറയാം. ഭഗവാനെ, കണ്ണാ, അന്ന് നീ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഭവവും എനിക്കില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരം നൽകിയത് നീയാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. വീണ്ടും പഴയ പോലെ എനിക്ക് ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിനായി വീണ്ടും ഞാൻ എൻ്റെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ സന്തോഷത്തോടെ തുടരുക തന്നെ ചെയ്യും. അതിനുള്ള ശക്തി പരിപൂർണമായും ഞങ്ങൾക്ക് നൽകിയാലും ഭഗവാനെ. ഇത്തരത്തിൽ ഇതേപോലെ തന്നെ ചെയ്യണമെന്നല്ല പറയുന്നത്. ആശയം എന്താണെന്ന് മനസ്സിലായോ? അത്രമാത്രം മതി. എന്താണ് ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പറയുവാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലായോ? അത്രമാത്രം മതി കേട്ടോ. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുവാനുള്ളത്, സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇല്ലായ്മകൾ മറ്റുള്ളവരോട് പറയുക എന്നത് നമ്മുടെ പ്രാർത്ഥനകൾ പോലെ തന്നെ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണിത്. നമ്മുടെ ഇല്ലായ്മകളും കഷ്ടതകളും മറ്റുള്ളവരോട് പറയുമ്പോൾ അവരോട് മാത്രമല്ല നമ്മളത് പറയുന്നത് എന്ന് ഒന്ന് ഓർക്കുക. ഭഗവാൻ, ആ പ്രപഞ്ച ശക്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല കണ്ണും കാതും തുറന്നിരിക്കുന്നത്. എപ്പോഴും സദാസമയവും ഈ പ്രപഞ്ചം കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇല്ലായ്മകൾ പറയുന്ന ഏതൊരു സമയത്തും അവിടേക്ക് നമ്മളത് പ്രക്ഷേപണം ചെയ്യുകയാണ്. തിരിച്ച് ഒരു ബൂമറാങ് പോലെ ആ കർമ്മത്തിന്റെ ഫലം വീണ്ടും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യജന്മം പൂണ്ട ഏതൊരു വ്യക്തിക്കും അത്ര പെട്ടെന്നൊന്നും മറക്കുവാൻ പറ്റാത്ത കാര്യം. നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവ് കാര്യങ്ങളും മനുഷ്യൻ എപ്പോഴും മറക്കാതെ ഫീഡ് ചെയ്തു വെക്കും. നല്ല കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അവരങ്ങ് മറന്നു കളയും. ഇനിയിപ്പോൾ നമ്മുടെ ഇല്ലായ്മകളെല്ലാം അവരോട് പറഞ്ഞതിന് ശേഷം ഭാവിയിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുക. എപ്പോഴിവരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളുണ്ടല്ലോ, അതായിരിക്കും ഇവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഉയർച്ചകൾ നേടിയതിനു ശേഷം എത്രയെത്ര നല്ല കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഇവരുടെ മനസ്സിൽ അതായിരിക്കും, ഓ പണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ വലിയ ആളായി കഴിഞ്ഞപ്പോൾ വലിയ വർത്താനൊക്കെ പറയുന്നു എന്നുള്ള ചിന്തകൾ പലർക്കും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ആയതിനാൽ നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ ഇല്ലായ്മകളും അതേപോലെ തന്നെ കഷ്ടതകളൊക്കെ മറ്റുള്ളവരോട് പറയുന്നത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഒരു പ്രവൃത്തി കൊണ്ട് സംഭവിക്കുകയുള്ളൂ എന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർക്കേണ്ടതാണ്. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. സമയത്തിന്റെ ദൈർഘ്യം മൂലമാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇനിയും പ്രാർത്ഥിക്കുവാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട്. എല്ലാം ഭാഗം 1, ഭാഗം 2 എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി ചെയ്തു പോകാം. വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മടിക്കരുത്. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിച്ചു കൊള്ളുക. ഞങ്ങൾ പരമാവധി മറുപടി തരുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കമന്റിൽ മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലുമെന്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതിൽ സ്റ്റാഫ് ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട മറുപടികൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രാധ എന്ന നാമധേയത്തിലുള്ള ഒരമ്മയാണ്. അമ്മയുടെ സ്വദേശം കോഴിക്കോട്. തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് ഭവിക്കുവാനാണ് അമ്മ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വലിയ മനസ്സിന് നന്ദി. ഭഗവാൻ എന്നും അമ്മയുടെയും അമ്മയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള കൊച്ചു അറിവുകളും, കൊച്ചു അറിവല്ലാട്ടോ, വലിയ അറിവുകളാണ്, അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.